നമസ്കാരം. തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയൊക്കെ മനുഷ്യനാണോ? ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുവാൻ ഒരു കാരണമുണ്ട്. സ്ത്രീകളുടെ തുണിയഴിച്ച് തല്ലുകൊടുത്താലേ ഇന്ദിരാഗാന്ധിയുടെ മഹത്വം മനസ്സിലാകൂ എന്ന ഒരു പ്രസംഗം. ആ പ്രസംഗത്തെ തുടർന്നാണ് രേവന്ത് റെഡ്ഡിയെ പോലുള്ള ഒരാളെയൊക്കെ മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. രേവന്ത് റെഡ്ഡി സത്യത്തിൽ പെട്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ തുണിയഴിച്ച് തല്ലുകൊടുത്താലേ ഇന്ദിരാഗാന്ധിയുടെ മഹത്വം മനസ്സിലാകൂ എന്ന വിവാദ പ്രസംഗം തന്നെയാണ് കാരണം. അന്നപൂർണ ക്യാൻറ്റീനിൻ്റെ പേര് ഇന്ദിരാഗാന്ധി ക്യാൻറ്റീൻ എന്ന് മാറ്റിയതിനെ പ്രതിഷേധിച്ച സ്ത്രീകളുടെ തുണി ഉരിക്കണമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി രംഗത്ത് വന്നിരിക്കുന്നത്. രേവന്ത് റെഡ്ഡിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് തെലങ്കാനയിൽ. പ്രതിഷേധിച്ച സ്ത്രീകളുടെ തുണിയുരിച്ച് നല്ല തല്ലുകൊടുത്താൽ മാത്രമേ അവർക്ക് ഇന്ദിരാഗാന്ധിയുടെ മഹത്വം മനസ്സിലാകൂ എന്ന് വ്യക്തമായി തന്നെ രേവന്ത് റെഡ്ഡിയുടെ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. പ്രസംഗത്തിൻ്റെ ഇടയിൽ അറിയാതെ പറഞ്ഞു പോയതാണ് എങ്കിൽ ഒരുപക്ഷെ ആ സ്ത്രീകളും ജനങ്ങളുമൊക്കെ ക്ഷമിച്ചേനെ. പക്ഷേ ഭീഷണിയുടെ സ്വരത്തിലാണ് രേവന്ത് റെഡ്ഡി ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. അന്നപൂർണ ക്യാൻറ്റീനിൻ്റെ പേര് മാറ്റുന്നതിനെതിരെ ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗങ്ങളാണ് ഭാരത് രാഷ്ട്ര സമിതി BRS പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. 5 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന ക്യാൻറ്റീനാണ് അന്നപൂർണ ക്യാൻറ്റീൻ. രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ഭാഗമായാണ് ഇതിൻ്റെ പേര് ഇന്ദിരാഗാന്ധി ക്യാൻറ്റീൻ എന്നാക്കി മാറ്റുവാൻ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് പ്രതിഷേധിച്ച വനിതാ പ്രവർത്തകരെ തുണിയഴിച്ച് നല്ല തല്ലുകൊടുത്താലേ ഇന്ദിരാഗാന്ധിയുടെ മഹത്വം മനസ്സിലാകൂ എന്ന രേവന്ത് റെഡ്ഡി പ്രസംഗിച്ച് വിവാദമുണ്ടാക്കിയിരിക്കുന്നത്. ഇതാണോ തെലങ്കാനയിലെ സ്നേഹത്തിൻ്റെ കട എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത്. അറിയാതെയാണെങ്കിലും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു പോയി. ആ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ തന്നെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരുതരം പ്രസംഗമായിരുന്നു അല്ലെങ്കിൽ പരാമർശമായിരുന്നു തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പ്രസംഗിച്ചു വച്ചത്. ഇന്ദിരാഗാന്ധിയുടെ മഹത്വം മനസ്സിലാക്കാൻ തെലങ്കാനയിലെ പ്രതിഷേധിക്കുന്ന മാത്രം സ്ത്രീകളുടെ തുണിയിരിച്ച് അടികൊടുക്കണം എന്നൊക്കെ പറയുന്നത് അതിരുവിട്ട സംസാരമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സ്നേഹത്തിൻ്റെ കട തുറക്കുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ സ്നേഹത്തിൻ്റെ കട തുറന്നു വച്ചതിലൂടെ എന്താണ് തെലങ്കാനയിൽ കാണിക്കുന്നത്? രേവന്ത് റെഡ്ഡിയുടെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന, സ്ത്രീകളുടെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന ഇത്തരം വാക്കുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും 8ന്റെ പണി ഇരന്നു വാങ്ങിച്ചിരിക്കുകയാണ് തെലങ്കാനയിലെ സ്നേഹത്തിൻ്റെ കടയുടെ ഉടമ രേവന്ത് റെഡ്ഡി എന്ന് തന്നെ നിസ്സംശയം പറയാം. സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ടോ? സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? അവർക്കെതിരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടോ? അവർക്കൊക്കെ നരേന്ദ്രമോദി സർക്കാർ സമ്മാനിച്ച സമ്മാനം എന്താണെന്ന് പാകിസ്ഥാൻ ഭീകരരോട് ചോദിച്ചാൽ മനസ്സിലാകും. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചമാർക്ക് വേണ്ടി കൊടുത്ത തക്കതായ മറുപടിയാണ്. അപ്പോൾ ഭാരതീയരായ സ്ത്രീകളെ അപമാനിച്ചാൽ അതിനുള്ള ശിക്ഷ എന്തായിരിക്കുമെന്ന് ഇനി രേവന്ത് റെഡ്ഡി കണ്ടു തന്നെ അറിയണം. ക്ഷമിക്കണം, കൊണ്ടു തന്നെ അറിയണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്.
പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.